കുറച്ച് പേരെങ്കിലും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ, എങ്ങനെയാണ് ഞാൻ എയർപോർട്ടിലെ ഡ്യൂട്ടിയും അതുപോലെ എൻ്റെ ബ്രൈഡൽ വർക്ക്സും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകണേ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ്. ഞങ്ങളുടെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 o'clock അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആയിരിക്കും ഞങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ഉണ്ടാവുക. അപ്പോൾ നേരെ പോയി പാസ്സൊക്കെ മേടിച്ചു. കറൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ 2 ഫ്ലൈറ്റ്സ് ആട്ടോ ഹാൻഡിൽ ചെയ്യാനുള്ളത്. ഒന്ന് ഖത്തർ എയർവേസും അതുപോലെ സലാം എയറുമാണ്. ഇന്നത്തെ എൻ്റെ അലോക്കേഷൻ വരുന്നത് ഖത്തർ എയർവേസിലാണ്. അപ്പോൾ ഖത്തർ എയർവേസിൻ്റെ അറൈവൽ സൈഡിലാണ് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളത്. അതുപോലെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നും ഒരേ ഡ്യൂട്ടി തന്നെയാണോ ഉള്ളതെന്ന്. ഞങ്ങൾക്ക് ഓരോ ഡേയും ഓരോ ഡ്യൂട്ടി ആയിരിക്കും, അത് ഡേ ബൈ ഡേ മാറിക്കൊണ്ടേയിരിക്കും. ഓൾറെഡി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് അലോക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ നമുക്കൊരു ബ്രൈഡൽ വർക്കിന് പോകണം. മഞ്ചേരിയാണ്. അങ്ങനെ വേഗം പുരയിലെത്തി ഒന്ന് ഫ്രഷപ്പ് ആയി ലഗേജൊക്കെ എടുത്ത് നേരെ കാറെടുത്ത് പുറത്തോട്ട് ഇറങ്ങിയതും നേരെ മുന്നിൽ തന്നെ ഒരു പാണ്ട് ലോറി അങ്ങ് സ്റ്റക്കായി അങ്ങ് നിന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് അത് മനസ്സിലായത്. അങ്ങനെ അറിയാവുന്ന ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം വണ്ടി എടുത്ത് പോകുന്നു. അങ്ങനെ കറക്റ്റ് സമയത്ത് നമുക്ക് ബ്രൈഡിന്റെ വീട്ടിലും എത്താൻ പറ്റിയിട്ടോ. ഇന്നത്തെ വർക്ക് നമുക്കൊരു ഹിന്ദു എൻഗേജ്മെന്റ് ലുക്ക് ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ഗ്രൂം സൈഡ് വർക്കായിരുന്നു കേട്ടോ. നല്ലൊരു സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ ബ്രൈഡ്. അതുപോലെ സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊരു സിമ്പിൾ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ട് വിസ്മയുടെ ഫുൾ ലുക്ക് കാണാൻ? നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു. 2 ദിവസത്തെ ഉറങ്ങി തീർക്കാനുണ്ട്. അപ്പോൾ അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.